ശ്രീകുമാർ, ഇപ്പോൾ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നേരത്തെ വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണത്തിൽ നിന്നും ഇന്നത്തെ പ്രതികരണം എങ്ങനെ വ്യത്യസ്തമാകുന്നു? സ്മൃതി, രാഷ്ട്രീയം എന്ന് പറയുന്നത് സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടിയാണ്. അത് ആ അഭിപ്രായം പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വിമർശിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അന്തിമമായ വാക്ക് എന്ന് ആരും കരുതാറില്ല. വി.ഡി. സതീശൻ ഇന്ന് കേരളത്തിലെ UDF-നെ നയിക്കുന്ന ചെയർമാനാണ്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നൊരു വിഷയം രമേശ് ചെന്നിത്തലയെ NSS മന്നം ജയന്തിക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ആ ക്ഷണം കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ എന്നും സതീശനാണോ ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന് ആ ചർച്ചയുടെ അടിസ്ഥാനമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കാനും അത്തരം ചർച്ചകൾക്ക് വിരാമമിടാനുമുള്ള ഒരു ഉന്നതമായ രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയാണെന്ന് വി.ഡി. സതീശൻ കാണിച്ചത്. ആ പക്വത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള, നമുക്ക് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള വലിയൊരു വിഷയത്തെ ലഘൂകരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നേതാക്കളുടെ വൈഭവമാണ് കോൺഗ്രസിലെ പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ രക്ഷിച്ചു വരുന്നത്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഇന്ന് വി.ഡി. സതീശനിൽ നിന്നും ഉണ്ടായത് ഞാനും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചില ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി നിങ്ങൾ വി.ഡി. സതീശൻ എന്ന UDF ചെയർമാനെയും വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയും കണക്കാക്കുക. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും അതിനു മുമ്പുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും UDF-നെയും സജ്ജമാക്കാനുള്ള വേദിയൊരുക്കുമ്പോൾ അവിടെ ഭിന്നതകൾക്ക് സ്ഥാനമില്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം. ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ പല കാലങ്ങളിൽ പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. ആന്റണി കരുണാകരൻ കാലത്തെക്കുറിച്ചാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. അതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി ചെന്നിത്തല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വി.ഡി. സതീശൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സുധാകരൻ എന്നൊക്കെ നമ്മൾ മാറ്റി പറയുകയാണെങ്കിലും കേരളം കണ്ട ഏറ്റവും വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയം ആന്റണി കരുണാകരൻ കാലഘട്ടമാണ്. അക്കാലത്ത് ആ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച പക്വതയും ആ നേതാക്കൾ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയവും നമ്മൾ ഓർക്കണം. ഇവിടെ അതുകൊണ്ട് സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്ന ഒരു പക്വത എന്നുള്ളതിൽ കവിഞ്ഞ് അത് നമ്മൾ വേറെ വ്യാഖ്യാനിച്ച് സതീശൻ്റെ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണെന്നൊക്കെ ചിന്തിച്ചു വരുമ്പോൾ അത് വേറെ തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ പക്വത എന്ന് വിലയിരുത്തേണ്ടി വരും. അത് നല്ലതാണോ അത് മോശമാണോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ചേർന്ന് വിലയിരുത്തുക.